ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലൈറ്റ്. ഇറ്റ്സ് മീ ബേബി രഹന. അപ്പോൾ ഗായ്സ്, നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ടപോലെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗായ്സ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവരും ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണം കേട്ടോ. ബിരിയാണിയൊക്കെ ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പ്രത്യേകിച്ച് വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. വെറുതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. വിശേഷവും കാര്യങ്ങളൊക്കെയാണ് ഫോണിൽ നോക്കി അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ കേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ കസിൻസും താത്താൻ്റെ കുട്ടികളൊക്കെ വന്നിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. എൻ്റെ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും കൂടി വന്നപ്പോഴും കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയതിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ കേക്കിൻ്റെ താത്ത ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ താത്ത ബേക്കറാണെന്ന്. അപ്പോൾ താത്ത ഉണ്ടാക്കിയതാണ് കേട്ടോ കേക്കും എൻ്റെ ഡ്രസ്സ് പോലെ തന്നെ പർപ്പിൾ ഒരു ലാവൻഡർ കളറിലാണ് കേട്ടോ കേക്ക് ഉള്ളത്. അപ്പോൾ ഞാൻ അതിന് മാച്ചാക്കിയിട്ട് ഡ്രസ്സിങ് എല്ലാം ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ കേക്ക് കേട്ടോ. നല്ല ലാവൻഡർ കളറിൽ നല്ല സിമ്പിൾ ലുക്കായിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇതെൻ്റെ 22ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. എനിക്ക് 22 വയസ്സായി ഗായ്സ്. അപ്പോൾ ഞാൻ എൻ്റെ താത്താൻ്റെ കുട്ടീൻ്റെ ഹെൽപ്പോട് കൂടി ഇത് ഒരു കേടും പറ്റാതെ അൺബോക്സ് ചെയ്യാണ് കേട്ടോ. കട്ട് ചെയ്യുന്നതിന് മുന്നേയായിട്ട് കേക്കൊക്കെ വെച്ചിട്ട് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് തോന്നിട്ടോ. അപ്പോൾ അതിൻ്റെ കലാപരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞ് ഇനി കട്ട് ചെയ്യാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അതിനേക്കാൾ എക്സൈറ്റഡ് ആണ് എൻ്റെ അനിയത്തികളൊക്കെ. കേക്ക് കട്ട് ചെയ്യുക കഴിക്കുക എന്നൊക്കെ പറയുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണല്ലോ. കേക്ക് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കിട്ടുന്നില്ല അവസ്ഥയിൽ. ഞാനാണെങ്കിൽ സെറ്റായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണം, വീഡിയോ ഒക്കെ എടുക്കണം, അതൊക്കെ സെറ്റാക്കിയിട്ട് കട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് നിൽക്കുകയാണ്. പക്ഷേ എൻ്റെ അത്ര തീരെ ക്ഷമയില്ലാത്തവരായിരുന്നു കേട്ടോ എൻ്റെ സിബ്ലിങ്സ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടികളാണല്ലോ. അപ്പം ഏതായാലും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർക്കെല്ലാം കൊടുക്കുന്നതെന്ന് വിചാരിച്ച് ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കാം കേട്ടോ. പക്ഷെ എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ആദ്യത്തെ പീസ് ഞാൻ തന്നെ കഴിച്ചു ഗൈസ്. പിന്നെ അതിന് ശേഷം എല്ലാവർക്കും കൊടുത്തുട്ടോ. അവർ ആകാംക്ഷയോടെ ഇത്രയും നേരം ക്ഷമയോടെ കാത്തിരുന്നല്ലേ, ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടോ. പിന്നെ കേക്കെല്ലാം ശരിക്കും കട്ട് ചെയ്ത് എല്ലാവർക്കും ഓരോ പീസൊക്കെ കൊടുത്തിട്ടോ. ഇടയ്ക്ക് ഞാനും ഓരോ പീസൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ താത്താൻ്റെ കുട്ടി വന്നിട്ട് മുഖത്ത് ക്രീം ആക്കിയത് കേട്ടോ ഗൈസ്. അപ്പം എൻ്റെ കസിൻ വന്നിട്ട് എങ്ങനെയുണ്ട് കേക്ക്, ഹാപ്പി ആണോ എന്നൊക്കെ ചോദിക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്ക് വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം കേട്ടോ. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അഫോർഡബിൾ പ്രൈസിൽ ഏത് മോഡൽ കേക്കും ചെയ്തു തരും കേട്ടോ. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഗിഫ്റ്റ് എല്ലാം അൺബോക്സ് ചെയ്യണം കേട്ടോ. തീരെ ക്ഷമയില്ലാതെ ഞാൻ എല്ലാം വലിച്ചു കീറി പൊളിക്കാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഒന്നിൽ ചോക്ലേറ്റ്സ് ആയിരുന്നു കേട്ടോ. ഇതിൽ പിന്നെ ഹെയർ ആക്സസറീസും പിന്നെ ഒരു കമ്മൽ, ഒരു റിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇഷ്ടമുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ എല്ലാവരും ഗിഫ്റ്റ് ചെയ്തത്. ഇതിൽ പിന്നെ ഒരു ക്യൂട്ട് ഡയറിയും പെന്നും പിന്നെ സ്റ്റിക്കേഴ്സും ഒക്കെ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഗിഫ്റ്റ് ആയിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. അപ്പോൾ ഗൈസ്, എൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരെയും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.